എല്ലാവർക്കും സ്ട്രോബെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോഹൻസാൽസ്ബർഗ് എന്ന് പറഞ്ഞൊരു കോട്ടയും അതേപോലെ തന്നെ ഹൗസ് ദെർ നറ്റൂർ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളും സാൽസ്ബർഗിലാണുള്ളത്. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് ഷ്ലാറ്റ്മിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് സിറ്റിയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരെയാണ്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും റിസോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 11:30 ആയപ്പോഴേക്കും സാൽസ്ബർഗിലെത്തി. ഞങ്ങൾ ആദ്യം പോയത് ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസ് കാണാൻ വേണ്ടിയാണ്. മെയ് തൊട്ട് സെപ്റ്റംബർ വരെ ഈ ഫോർട്രസിൻ്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 8 മണി വരെയാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ www.salzburg.info എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നഗരത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന അത്ര ഉയരത്തിലുള്ള ഒരു കോട്ടയാണ് ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണിത്. താഴെ നിന്ന് മുകളിൽ കോട്ടയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി സ്റ്റെയേഴ്സ് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂനിക്കുലാർ റെയിൽവേ ഉണ്ട്. ഫ്യൂനിക്കുലാർ റെയിൽവേയുടെ പേര് ഫെസ്റ്റുങ്സ് ബാൻ എന്നാണ്. ഫെസ്റ്റുങ്സ് ബാൻ എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂനിക്കുലാർ റെയിൽവേ ആണ്. ഞങ്ങൾ ഫ്യൂനിക്കുലാർ റെയിൽവേയിലാണ് മുകളിലോട്ട് പോയത്. ഈ കാണുന്നത് മുകളിലോട്ട് പോകുമ്പോഴത്തെ കാഴ്ചകളാണ്. ഞങ്ങൾ 2 ദിവസത്തെ സാൽസ്ബർഗ് കാർഡ് എടുത്തിരുന്നു. ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസിലെയും ഫ്യൂനിക്കുലാർ റെയിൽവേയുടെയും എൻട്രി അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഫ്യൂനിക്കുലാർ റെയിൽവേയിൽ മുകളിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയും ഇവിടുന്ന് സ്റ്റെയേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് എടുത്തിട്ട് മുകളിലോട്ട് പോകണം. മുകളിലെത്തിയാൽ അവിടെ ഉപ്പുകൊണ്ടുള്ള സാൽസ്ബർഗ് സിറ്റിയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. സാൽസ്ബർഗ് എന്ന് പറഞ്ഞാൽ സോൾട്ട് മൗണ്ടൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഫോർട്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മ്യൂസിയങ്ങളാണ്. അവിടെ ഫോർട്രസ് മ്യൂസിയം, മാരിയനെറ്റ് മ്യൂസിയം, റെയ്നർ റെജിമെൻറ്റ് മ്യൂസിയം എന്നീ മ്യൂസിയങ്ങളുണ്ട്. ഈ കോട്ടയുടെ ഏറ്റവും മുകളിലെത്തിയാൽ സാൽസ്ബർഗിൻ്റെ ഒരു 365 ഡിഗ്രി വ്യൂ കാണാൻ പറ്റുന്നതാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഈ ഫോർട്രസിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കോട്ടയുടെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളിയുണ്ട്. സെയിൻറ്റ് ജോർജ് ചർച്ച് എന്നാണ് ആ പള്ളിയുടെ പേര്. ഞങ്ങൾ ഫോർട്രസിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഫെസ്റ്റുങ്സ് ബാനിൽ താഴോട്ട് പോരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 2.5 മണിക്കൂർ വേണ്ടി വന്നു ഹോഹൻസാൽസ്ബർഗ് ഫോർട്രസിലെ കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂനിക്കുലാർ ഇറങ്ങി തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് അവിടെ വഴിയിൽ തന്നെ ഒരു വലിയ ചെസ് കളം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല വലിപ്പമുള്ള ചെസ് പീസസും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയത് ഹൗസ് ദെർ നറ്റൂർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിയത്തിലേക്കാണ്. അത് ഒരു സയൻസ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. അവിടെ അക്വേറിയം, റെപ്റ്റൈൽസു എല്ലാം ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. ഈ മ്യൂസിയം 8 നിലകളിലായി 2 ബിൽഡിങ്ങുകളിലാണുള്ളത്. ഈ മ്യൂസിയത്തിൽ ഹ്യൂമൻ ഇവല്യൂഷൻ, ഐസ് ഏജ്, യൂണിവേഴ്സ്, പിന്നെ ഒരുപാട് ക്രിസ്റ്റൽ ട്രഷേഴ്സ് ഇതിൻ്റെയൊക്കെ എക്സിബിഷൻസ് അവൈലബിൾ ആണ്. ഈ മ്യൂസിയം മുഴുവൻ നടന്നു കാണണമെങ്കിൽ ഒരു 3 മണിക്കൂറിന് മേലെ എടുക്കും.
ഞങ്ങൾ വളരെ ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. അത് കാരണം ഒരു 2 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയുള്ളൂ. മ്യൂസിയത്തിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ മെയ് 7-നാണ് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്തത്. ആ സീസണിൽ വൈകിട്ട് 5 മണിയാവുമ്പം മ്യൂസിയം ക്ലോസ് ചെയ്യും. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇൻ ഓസ്ട്രിയ.